നമസ്കാരം. ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മാനന്തവാടിയിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനയെ മയക്കുവഴി വെച്ചു. ആനയെ ബന്ദിപ്പൂരിലേക്ക് അയക്കുമെന്ന വനം മന്ത്രി കെ ശശീന്ദ്രൻ കർണാടക വനം വകുപ്പുമായി ആശയവിനിമയം നടത്തി. 8 VC-മാർക്ക് ഗവർണറുടെ അന്ത്യശാസനം. VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് 1 മാസത്തിനുള്ളിൽ പ്രതിനിധിയെ നൽകിയില്ലെങ്കിൽ സ്വന്തം നിലയ്ക്ക് കമ്മിറ്റി ഉണ്ടാക്കി നിയമനം നടത്തുമെന്നും മുന്നറിയിപ്പ്. സിൽവർ ലൈൻ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ലെന്ന CPIM. കേന്ദ്ര റെയിൽവേ മന്ത്രി കള്ളം പറയുന്നുവെന്ന് MV ഗോവിന്ദൻ. കേരളത്തിന്റെ പൊതുക്കടം കുറഞ്ഞുവെന്ന സാമ്പത്തിക അവലോകന റിപ്പോർട്ട്. ആഭ്യന്തര കടം വർദ്ധിച്ചു. സംസ്ഥാന ബജറ്റ് തിങ്കളാഴ്ച. എക്സാലോജിക് വിവാദത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസിന് അനുമതിയില്ല. പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന പ്രതിപക്ഷ നേതാവ്. ഹൈക്കോടതിയിലെ കേസിന് പിന്നിൽ BJP എന്ന MV ഗോവിന്ദൻ. UDF സീറ്റ് വിഭജനം അന്തിമഘട്ടത്തിലേക്ക്. ലീഗിന് 2 സീറ്റുകൾ. കോട്ടയം ജോസഫ് ഗ്രൂപ്പിന് തന്നെ ഫ്രാൻസിസ് ജോർജ് സ്ഥാനാർത്ഥിയാകാൻ സാധ്യത. രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ച് നടൻ വിജയ്. തമിഴക വെട്രി കഴകം എന്ന പേരിൽ പാർട്ടി രൂപീകരിച്ചു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. നിയമസഭയിലേക്ക് പാർട്ടി രംഗത്തുണ്ടാകുമെന്നും തമിഴ് സൂപ്പർ താരം.